ഗായ്സ് തൊണ്ടൊക്കെ പോയിക്കാം. ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? ഞങ്ങളവിടെ കുഴപ്പമില്ല, ചെറിയൊരു സുഖക്കേടുണ്ട്. നിങ്ങളെ കൈ കാണിച്ചോട്ടെ. ഞങ്ങൾക്കൊന്ന് മെഡിക്കലിൽ പോകണം. ചിലപ്പോൾ അഡ്മിറ്റ് ആവും, അഡ്മിറ്റല്ല, 2 ഇതിലാണ്. എന്താ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതിനനുസരിച്ചിരിക്കും. അത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോയിലോട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട്, അതൊന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്, മെഡിക്കൽ പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്ളോഗായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കാം. പിന്നെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം സമയം 8:15 സമയം. നേരത്തെ പോയാലില്ലേ, നേരത്തെ കഴിച്ചില്ലാവും. അപ്പോൾ വീഡിയോ രണ്ട് മൂന്ന് വട്ടം പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നേരത്തെ എത്തിയാലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുള്ളൂ എന്നുള്ളത് കാര്യം നന്നായിട്ടറിയാം. അതിനെക്കൊണ്ട് ഇപ്രാവശ്യം അഡ്മിറ്റ് ആണോ അതോ കൺസൾട്ടിങ് മാത്രമാണോ എന്നുള്ള കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. അഡ്മിറ്റിന് വരാൻ പറഞ്ഞതാണ്. പക്ഷേ ഇനിയും എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ലേറ്റ് ആവും. അതിനെക്കൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ തന്നെ എത്തി. ഇതിന് മുന്നൊക്കെ വന്ന ടൈം വെച്ച് നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് കുറച്ചും കൂടി നേരത്തെയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴല്ലേ അറിഞ്ഞു OP എടുക്കാനുള്ള വരി അങ്ങ് റോട്ടുമല വരെ എത്തി. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നൊയിഞ്ഞ് എങ്ങനെയൊക്കെ OP പെട്ടെന്ന് എടുത്തങ്ങാണ്ട് സെറ്റാക്കി ഉള്ളിൽ കയറിയപ്പം ഏതാ ടൈം പോക്കണ്ടില്ല. ടൈമിൻ്റെ പാട്ടിനും പോയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചിട്ടും വർത്താനം പറഞ്ഞിട്ടും ഫോണിൽ കളിച്ചിട്ടും ടൈം ഒരുവിധം ഒപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഡോക്ടർ ചായ വെള്ളം അത് കണ്ടിട്ട് ഒരു പോവും ചെയ്യും. ഓരോ ടൈം കറക്റ്റ് ആകുമ്പോൾ ഒരു പോവുമല്ലോ. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രസന്ന കൊണ്ടുവന്നതാണോ എന്താണെന്ന് കറക്റ്റ് ഒന്നും അറിയില്ല. കുറച്ച് 3-4 പോലീസ് ഉണ്ടായിരുന്നു. ഒരു പ്രസന്നമായിട്ട് തോന്നുകയും ചെയ്തു. അങ്ങനെ പിന്നെ 2 മണി വരെ അവിടെ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകലും ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഓര് പറഞ്ഞു, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോരി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം വീണ്ടും അവിടെ OPയിൽ പോയി പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളിതാ വാർഡിലേക്ക് വന്നു. വാർഡ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാക്കാനൊന്നും ഇല്ലട്ടോ. ഇപ്പം തൽക്കാലത്തിന് ഞങ്ങൾക്കൊരു ബെഡ് കിട്ടിയിട്ടുണ്ട്. വാർഡിലേക്ക് മാറി ബെഡ് തരുമ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യം, വേറെ ഏതെങ്കിലും പേഷ്യൻസ് എമർജൻസി അതുപോലെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന വല്ല പേഷ്യൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ബെഡിൽ നിന്ന് മാറിക്കൊടുക്കണം എന്നുള്ളത്. അത് ആദ്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം തീരുമാനമായി. ഞങ്ങൾക്ക് ബെഡിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫർമേഷനും ഇല്ല. തുമ്മിയാൽ തെറിച്ച് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് മനസ്സിലായി. സമയം 5 മണിയായിട്ടുണ്ട്. അഡ്മിറ്റായിരുന്നു. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. എന്നിട്ട് നാളെ നാളത്തേതൊക്കെ ഉണ്ടാവുള്ളൂ. ഡെയിലി വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യണം അങ്ങനെ നോക്കണമെന്നില്ല. ഒറ്റ വ്ളോഗിൽ കൊള്ളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വ്ളോഗിൽ കൊള്ളിക്കും. 2-3 വ്ളോഗായിട്ട് നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാം. സമയം എക്സറേൻ്റെ അവിടെ ഒന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ എന്തായാലും ഒരു 9 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് 10 മുതൽ 3-3:30 വരെ ആ OP തന്നെ എത്തും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ആ റിസൾട്ട് കാണിക്കും, പിന്നെ എടുക്കും. അങ്ങനെ ഒരു ടൈം ചെയ്യും. പിന്നെ ഫുഡ് കഴിച്ച് വന്ന് പിന്നെ OPയിലേക്ക് തന്നെ വന്ന് പിന്നെ വാർഡ് കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പം അതിന് പോയി. ഇനി എന്താ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ് കിട്ടി. തൽക്കാലം അവിടെ കുത്തിരിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ചിലപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ പേഷ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാറിക്കൊടുക്കേണ്ടി വരും. നടന്ന് ഒരു വഴിയായി. ഇനി നാളെ പിന്നെ എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്തായാലും ഒരു 2 കിലോനെങ്കിലും കുറച്ചിട്ടേ പോവുള്ളൂ. നടക്കാൻ തോന്നുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാനുണ്ട്. ചിലപ്പോൾ ടയേർഡാവും.
അപ്പം അതൊക്കെയാണ് കാര്യം. ഞാൻ പോകുന്നത് ഇവിടെ പറ്റുകയാണെങ്കിൽ എടുക്കും. പിന്നെ ഫോണിൽ ചാർജൊക്കെ എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. പറ്റുന്ന പവർ ബാങ്കൊക്കെ ഉണ്ട്. എന്നാലും അവിടെ വേറെ ഇതില്ല മൊത്തത്തിൽ. ആ അതും ഏകദേശം തീരുമാനമായിട്ട്. ഇന്നത്തൊക്കെ ഓൾമോസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും. നമുക്ക് റിസൾട്ട് വന്നിട്ട് ഇന്നാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഫ്ലൈ ഓവർ കാണിച്ചിട്ടുണ്ട്. അത് ഈ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങാണ് ഈ വെള്ളത്തിൻ്റെ കൂടി ഒന്നല്ലേ ചെളിവെള്ളത്തിൻ്റെ കൂടി ക്രോസ് ചെയ്യാം. ഈ പാലത്തിനടിയിൽ ഇങ്ങോട്ട് കടക്കാൻ കട്ടിങ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നേരെ താഴത്തെ മതിലുണ്ട്. ഈ മതിലും കൂടി ക്രോസ് ചെയ്തിട്ട് ഇതിൽ നേരെ നടക്കാം. ഈ കൂടെ ഫ്ലൈ ഓവറിൻ്റെ ഇതിലെ ഈ വഴിയില്ലേ പുറത്താണോ ഉള്ളിലാണോ? ഈ കോമ്പൗണ്ടിന് പുറത്ത് റോട്ടുമ്പോഴാണ്. അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞ പാടില്ല, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ പാടില്ല, അപ്പുറത്തെ സൈഡിൽ കാറുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ. കോഴിക്കോടത്തെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ ഇതായിരിക്കും അല്ലേ? ഈ റോഡിൽ ഇങ്ങനെ നടന്നാൽ പോരെ? ഉള്ളിക്കൂടെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ നടന്നിട്ട് ബസ് നിർത്തിയില്ലേ, അതിൻ്റെ കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ മതില് നേരെ ഓപ്പോസിറ്റ് കൂടി കയറുമ്പോൾ പ്രശ്നം ഇറങ്ങി കയറി. അൾട്ടോ അൾട്ടോ മിന്നണ വണ്ടിയല്ലത്, ആംബുലൻസ് ആണ്. മിന്നണ വണ്ടി. ഞങ്ങൾ ഈ പോകുമ്പോഴൊക്കെ പേഷ്യൻറ്റിനും കൂടെ കൊണ്ടുപോകണം കേട്ടോ. കാരണം ഓരോ ടെസ്റ്റിനും ആദ്യത്തും ഞങ്ങൾ മാത്രം പോയാൽ പോരല്ലോ, അവിടേക്കും ഇവിടേക്കും നടക്കും. പേഷ്യൻറ്റിനും നമ്മൾ കൂടെ കൊണ്ടുപോകണം. അല്ലാണ്ട് ഓരോ നമ്മളെടുത്ത് വന്നെങ്ങാണ്ട് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് എടുത്തെങ്ങാണ്ട് ഒരു ബോട്ടിലാക്കി തരും. അത് നമ്മൾ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ അതുകൊണ്ട് എവിടാണോ ഒരു പറയുന്ന ആ സ്ഥലത്ത് കൊണ്ടു കൊടുക്കണം. അത് ഈ ഫ്ലൈ ഓവർ കടന്നിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി പോകണം, അവിടുന്ന് ഇപ്പുറത്ത് നോർമലുള്ള ഭാഗത്തേക്ക് വരണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കഥയാണ്. അപ്പോൾ ഇവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വാർഡിലേക്ക് തന്നെ പോയി. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാമെന്നാണ്. പൈ, തൽക്കാണി, പേസ്റ്റ്, ബ്രഷ്, പാട്ട ബക്കറ്റൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ചിലവർ വാങ്ങുന്നുണ്ടായിരുന്നു, ഞങ്ങളതൊന്നും വാങ്ങാൻ നിൽക്കുന്നത്. തൽക്കാലം അവിടെ വാഷ്റൂമിൽ പാട്ട ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഇനി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ, തൽക്കാണി അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളും പിന്നെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ. പിന്നെ ഇനി നൈറ്റിലല്ലേ, പിന്നെ ചായ വാങ്ങാണ്ടായിരുന്നു. വൈകുന്നേരത്തെ ചായ പേഷ്യൻറ്റിന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങി ഞങ്ങൾ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതാ എൻ്റെ ഉപ്പയും സിസ്റ്ററൊക്കെ വന്നിരുന്നു. അപ്പം ഞാൻ പിന്നെ ഓരോ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു. കാരണം നല്ല ടയേർഡായിരുന്നു. കാർ കയറിയത് ഓർമ്മയുണ്ട്, ഞാൻ അങ്ങോട്ട് ഉറങ്ങി. പിന്നെ വീട്ടിൽ വരലും ഫ്രഷ് ആവലും പണികളൊക്കെ തീർക്കലും ഞാൻ കിടന്നുറങ്ങി. കാരണം നാളെ നേരത്തെ എണീറ്റ് പോകാനുള്ളതാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ എണീറ്റു. എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഞാനൊരു 8 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വിട്ടു മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും പുറത്താക്കി, എല്ലാവരും പുറത്ത് നിൽക്കണം. പേഷ്യൻസ് മാത്രം ഉള്ളിൽ ക്ലീനിങ് പരിപാടികൾ കിടക്കുക. അപ്പം പേഷ്യൻസിൻ്റെ കൂടെ വന്നവർക്ക് യാതൊരു വില ഒന്നുമില്ല ഇവിടെ. പിന്നെ അവിടെ പോവാ സ്കാനിങ്, അത് ഇത് ഡോക്ടറെ കാണാൻ, അങ്ങനെ അന്നത്തെ ദിവസം ഉച്ചവരെ തള്ളി. സ്കാനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 3 മണിയായിട്ട് നല്ല വിശക്കാനും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും പേഷ്യൻറ്റിന് ഫുഡ് വാങ്ങാനും ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഞങ്ങളെ പരിപാടികളും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിലൊന്ന് പോയി ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെക്കൊണ്ട് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് വീട്ടിൽ പോയി. ആ നേരത്തെ ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരുന്നു. അപ്പുറത്തൊക്കെ സംസാരിച്ച് പിന്നെ തിരിച്ച് വരാൻ നേരത്തെ ഒരു ജ്യൂസും കുടിച്ച്
ഞാനിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയാലും ഫുഡ് കഴിക്കലും നേരെ കിടന്നുറങ്ങുക. ടയേർഡായിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് മോർണിംഗ് നേരത്തെ എണീക്കുന്നു, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇന്ന് പിന്നെ കുറച്ച് നേരെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 7-7:30 ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്കുണ്ടാവലുണ്ട് ബസ്സിൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇറങ്ങി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് പോകുന്നുണ്ടെങ്കിലും ഈവനിങ് ആണ് പോകുന്നത്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് 2 ആളും നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. ഷാക്കതാ ഫുള്ള് ബോഡി പെയിനും ഊരവേദനയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. കാരണം ഞങ്ങൾ വാർഡിൻ്റെ ഉള്ളിലായിരുന്നു പോയ ടൈമിൽ. പിന്നെ ഞങ്ങളത് പുറത്തെത്താൻ തുടങ്ങി. ഫൈനലി ഞങ്ങൾ വരാൻ നേരത്ത് ഞങ്ങളോട് പറഞ്ഞ താഴെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോവാണ്, മതി, ഡിസ്ചാർജ് വാങ്ങി പോവാണ്. കാരണം 2 ആളും സൈഡായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേന്നാണ് എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം തന്നെ എൻ്റെ ഫേസ് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ 2-3 ദിവസത്തെ ക്ഷീണം എത്രത്തോളം ഉണ്ടായിരുന്നു. തിരിച്ചു വരാൻ നേരത്ത് നല്ല വിശന്നിരുന്നു. അന്നും പിന്നെ അതേമാതിരി ഉച്ചക്ക് ഫുഡ് കഴിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അതെന്നാൽ മറന്നു പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ വീട്ടിൽ വരാൻ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി ബാക്കിയുള്ള കാര്യം വീട്ടിലെത്തിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എന്താണ് നെക്സ്റ്റ് എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണം, ഞങ്ങൾ വീട്ടിൽ പോവാണ്, ഞങ്ങൾക്ക് ആവില്ല ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ഞങ്ങൾ ചോദിച്ച് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ വീട്ടിലെത്തിയിട്ട് ഡിസൈഡ് ചെയ്യണം. കാരണം 2 ആളും സൈഡായ സ്ഥിതിക്ക് ഇനി അവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി എന്ത് സംഭവിച്ചു, ഇനി എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.